ഹായ് ഫ്രണ്ട്സ്, അജിന്ത്യ പ്രസാദ് ഫാമിലി വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനേ ഇന്ന് ഏട്ടനും ഞാനും കൂടെ ഏട്ടനും ഞാനും കൂടെ ഇവിടേക്ക് നമ്മുടെ വടക്കുന്നാഥ ക്ഷേത്രത്തിലേക്ക് പോകാനുള്ള ഒരു പരിപാടിയാണ്. ഒന്നൊരു ചുറ്റിക്കറക്കം അല്ലെ, ഒരു അമ്പലത്തിലൊക്കെ പോയതിന് ശേഷം ഒരു ചുറ്റിക്കറക്കം ഉണ്ടാവാക്കാന്ന് വിചാരിച്ചു. അന്നൊക്കെ ഇറങ്ങി ഒന്നൊക്കെ വരാം. നമുക്ക് എന്താ പറയാ, വല്ലപ്പോഴൊക്കെ അല്ലേ ഇന്നൊക്കെ നമ്മളിങ്ങനെ യാത്രകളൊക്കെ പോവാ അല്ലേ. അപ്പൊ പിന്നെ പോയിട്ട് വരാം അല്ലേ. അപ്പൊ എല്ലാരും കൂടി നമുക്ക് എല്ലാവർക്കും കൂടെ വടക്കുന്നാഥ ക്ഷേത്രത്തിലേക്ക് പോവാം. ഈ പോകുന്ന വഴിയില് ഇതാണ് കണ്ണംകുളങ്ങര എന്ന് പറയുന്നത്. നമ്മുടെ തൃശ്ശൂർ ടൗണിൽ തന്നെയാണല്ലോ നമ്മുടെ വീട്. അപ്പോൾ അതിന് തൊട്ടടുത്ത് തന്നെ കണ്ണംകുളങ്ങര കഴിഞ്ഞ് കഴിഞ്ഞാൽ ശക്തൻ മാർക്കറ്റ്. അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ വടക്കുന്നാഥ ക്ഷേത്രം. പിന്നെ അങ്ങോട്ട് കയറാം, അത്രയേ ഉള്ളൂ. അപ്പൊ ഇപ്പൊ വൈകിട്ട് പോവാൻ വടക്കുന്നാഥ ക്ഷേത്രത്തിലേക്ക് ഏത് സമയത്ത് പോയാലും ഒരു പ്രത്യേക അനുഭൂതി തന്നെയാണ്. പക്ഷെ വൈകിട്ടൊന്ന് പോവാന്നുള്ളത് ഭയങ്കര സുഖമാണ്. വൈകിട്ട് അമ്പലത്തിലേക്ക് പോയി അവിടെ പ്രദക്ഷിണം ചെയ്ത് ഒക്കെ ഇരിക്കാനൊക്കെ നല്ല രസമായിരിക്കും. അതുകൊണ്ടായിരിക്കും. കണ്ടോ ഓടപ്പൂവ്. ഞാൻ കൊട്ടിയൂർ ക്ഷേത്രത്തിലേക്ക് പോയപ്പോ ഓടപ്പൂവ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അത് മേടിക്കുന്ന ഷൂട്ട് ചെയ്തിട്ടുണ്ടായില്ല എന്നൊക്കെ ഞാൻ പറഞ്ഞിരുന്നില്ലേ. ആ ഓടപ്പൂവാണ് കേട്ടോ കിടക്കുന്നത്. കാറിലിട്ടുണ്ട്, നമ്മുടെ വീട്ടിലും ഇട്ടിട്ടുണ്ട്. ഞാൻ കാണിച്ചു തരാം. ഇതാ കണ്ണംകുളങ്ങര, ചിയാരം കണ്ണംകുളങ്ങര. അത് കഴിഞ്ഞ് ഇതാ ശക്തൻ എത്തി. അപ്പൊ ഇപ്പൊ നമ്മള് ശക്തനിലെത്തി കേട്ടോ. ശക്തൻ സ്റ്റാൻഡ് മാർക്കറ്റ് എല്ലാം അവിടെ ഇപ്പൊ നമ്മുടെ. അപ്പൊ ഇങ്ങനെ പോകുമ്പോ നമ്മുടെ ഇവിടെ ഹാർട്ട് ഹോസ്പിറ്റലൊക്കെ കാണാം. പിന്നെ ഗവൺമെന്റ് ഓഫീസസ് ഒക്കെ ഉണ്ട് കേട്ടോ. ഇതൊക്കെയാണ് നമ്മുടെ ശക്തൻ. അടിപൊളിയല്ലേ നമ്മുടെ, അടിപൊളിയല്ലേ ശക്തൻ. ഇതാണ് നമ്മുടെ ശക്തൻ തമ്പുരാൻ. അങ്ങോട്ടാണ് തിരിഞ്ഞു നിൽക്കുന്നത്. കണ്ട പിന്നെ നമ്മളുടെ ആകാശപാത. അടിപൊളി. ഇനി നമ്മൾ അങ്ങോട്ട് കയറാണ് മുനിസിപ്പൽ സ്റ്റാൻഡിലേക്ക്. ശക്തനീന്ന് മുനിസിപ്പൽ സ്റ്റാൻഡിലേക്ക് അങ്ങോട്ട് കയറാണ്. ഇവിടെ പോലീസ് ക്വാർട്ടേഴ്സ്, പോലീസുകാരുടെ ഒരു വലിയ കെട്ടിടങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ അടിപൊളിയാണ് നമ്മളുടെ തൃശ്ശൂർ. ഇത് ഇവിടെ നിന്ന് പൂരൊക്കെ നടക്കുക. ഇവിടെ ഒന്നും കാല് കുത്താൻ പോലും സ്ഥലം ഉണ്ടാവില്ല കേട്ടോ. എന്തായാലും ഒരു വ്യൂ. ഓ മക്കളെ, ആ ഇരിക്കുന്നത് കണ്ടില്ലേ, ഒരുപാട് പേര് ഇരിക്കുന്നത് കണ്ടില്ലേ. അവിടെയാണ് കേട്ടോ ഞാനും ഏട്ടനൊക്കെ വന്നിങ്ങനെ വൈകിട്ടൊക്കെ ഇരിക്കാറുണ്ട്. നല്ല സുഖാടോ. അവിടെ ഭയങ്കര പോസിറ്റീവ് എനർജിയാണ്. നമ്മൾ വിചാരിക്കുന്നു ഇത്രയും വണ്ടികളൊക്കെ ഇതിലേ പോകുന്നു, ഇത്രയും എന്താ പറയാ പൊല്യൂഷൻ ഉണ്ട് എന്നൊക്കെ വിചാരിക്കില്ല. വടക്കുന്നാഥന് അതൊന്നും ഏൽക്കുന്നില്ല. അതുപോലെ അതിന് ചുറ്റും അതിനുള്ളിലിരിക്കുന്ന നമുക്കും പുറത്ത്, അതായത് ഈ വടക്കുന്നാഥ മൈതാനത്തിന് ചുറ്റും അതുപോലെ വടക്കുന്നാഥ ക്ഷേത്രത്തിന് ഉള്ളിലും നമുക്ക് ഒന്നും സംഭവിക്കില്ല. അങ്ങനെ നമ്മൾ വടക്കുന്നാഥനിലേക്ക് കയറി. വടക്കുന്നാഥനിലേക്ക് എത്തിയപ്പോൾ തന്നെ ധാരാളം വണ്ടികളുണ്ടായിരുന്നു, നല്ല തിരക്കുണ്ടായിരുന്നു. പക്ഷെ നന്നായിട്ട് തൊഴാനൊക്കെ സാധിച്ചു കേട്ടോ. അപ്പം അവിടെ വണ്ടി നിർത്തിയിട്ട് നമ്മൾ ഇറങ്ങാണ്. വോയിസ് ഓവർ കൊടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ പാട്ടൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അത് വേണ്ടാന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ സംസാരിക്കാമെന്ന്, വോയിസ് ഓവർ കൊടുക്കാമെന്ന് വിചാരിച്ചത്. അപ്പം ഏട്ടൻ വേഗം നടന്ന് ചെരുപ്പ് വെക്കാനുള്ള ഇതാണ് കേട്ടോ. അപ്പം അവിടെ ഞങ്ങൾ ചെരുപ്പൊക്കെ വെച്ചിട്ട് വേഗം നടന്നു. ഉള്ളിൽ ഫോൺ അലൗഡ് അല്ലല്ലോ. ആ കാരണം ഞങ്ങൾ നമുക്ക് അങ്ങോട്ട് ഞാൻ വഴി തെറ്റി പെട്ടെന്ന്. ഇടതുഭാഗത്തോട് കൂടിയാണല്ലോ, ദീപസ്തംഭത്തിൻ്റെ ഇടതുഭാഗത്തോട് കൂടിയാണ് വടക്കുന്നാഥ ക്ഷേത്രത്തിലേക്ക് കടക്കുക. അപ്പോൾ ആ കാരണം പെട്ടെന്ന് ഞാൻ അതിലേ പോയപ്പോൾ പിന്നെ തിരിച്ചിങ്ങോട്ട് വന്ന് കടന്നു പോയതാണ് കേട്ടോ. അങ്ങനെ അമ്പലത്തിനുള്ളിലേക്ക് കയറി നല്ലപോലെ തൊഴുതു പ്രാർത്ഥിച്ച് തിരിച്ചിറങ്ങി കേട്ടോ. പിന്നെ ഞങ്ങൾ ഇവിടുന്ന് നേരെ നമ്മളുടെ ഇവിടെ ഞങ്ങളൊന്ന് വ്യൂ ചെയ്ത് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു കേട്ടോ. കണ്ടോ അമ്പലത്തിൻ്റെ മുറ്റവും കാര്യങ്ങൾ. അപ്പോൾ അതിന് ശേഷം ഞങ്ങൾ തേക്കിൻകാട്, നമ്മുടെ തെക്കേ വടക്കുന്നാഥിൻ്റെ തെക്കേ മുറ്റത്തേക്ക് നടക്കുകയാണ്. അവിടെ നമുക്ക് അവിടെ പോയിട്ട് ഇരിക്കാനായിട്ട് സാധിക്കും. അപ്പം അങ്ങനെ അതിന് വേണ്ടിയിട്ട് തേക്കിൻകാട് മൈതാനത്തിലൂടെ ഇങ്ങനെ നടക്കുകയാണ് രണ്ടുപേരും കൂടെ. നല്ല രസമാണ് അവിടേക്ക് ഇരിക്കുക. അപ്പോൾ ഒക്കെ കണ്ടുകൊണ്ട് നമുക്ക് ഇങ്ങനെ പതുക്കെ ഇങ്ങനെ നടക്കാം അല്ലേ. കണ്ടോ ആകാശവും മരങ്ങളും മാവുകളും കാടുകളും. അവിടെ അറ്റത്ത് കണ്ടോ ആളുകള് വണ്ടികൾ പോണുണ്ടോ. തൃശ്ശൂരിന്റെ ഒരു
രാഗം തിയേറ്റർ ഇതാ അതിൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ കാണാനുണ്ട്. ഒക്കെ രാഗം തിയേറ്റർ എല്ലാം കാണാം. നമ്മൾ ആ വഴിയാണ് വന്നത്. പിന്നെ നമ്മുടെ പുത്തൻപള്ളി ഇവിടെ നിന്ന് കാണാം. കണ്ടോ? എന്നാൽ എൻ്റെ അധികം വ്യൂ ഇല്ലാത്ത കാരനാണ് കേട്ടോ. കാണാനുണ്ട്. നമുക്ക് അടുത്ത് വരുമ്പോൾ ഒന്ന് കാണിക്കാം കേട്ടോ. നമ്മൾ അവിടെ ആളുകളൊക്കെ ഇരിക്കുന്നത് കണ്ടോ? അങ്ങോട്ടാണ് കേട്ടോ നമ്മൾ പോകണത്. കണ്ടോ? പച്ചപ്പ് നിറഞ്ഞ നമ്മുടെ വടക്കുന്നാഥ മുറ്റം, തേക്കും കാട് മൈതാനം. ഇതിനാട് ഉള്ളിലേക്കാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കണത്. അവിടെ കണ്ടോ? ഇവിടെയാണ് നമ്മൾ ഇരിക്കാറ്. കണ്ടോ? ഇത്രയും ആൾക്കാർ അവിടെ ഇരിക്കുന്നുണ്ടെങ്കിലും അവിടെ പോയിട്ട് ഇരുന്ന് നമുക്ക് കുറച്ചു നേരം ഇങ്ങനെ നോക്കി വണ്ടികളൊക്കെ പോകുന്ന രസമാണ് കേട്ടോ. അവിടെ ഇരിക്കാൻ നല്ല സുഖാടോ. കുറേ ആൾക്കാരുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ ഇവിടെ നിന്ന് കാണുന്നതാണ്. നമ്മൾ കയറി വരുമ്പോൾ പറഞ്ഞില്ലേ മുനിസിപ്പൽ സ്റ്റാൻഡ് എന്നൊക്കെ, ആ വഴി. പിന്നെതാ ഇങ്ങനെ ഇതിലെയാണ് നമ്മളിങ്ങനെ നടന്നു വന്നത് കേട്ടോ. നമ്മളിപ്പോൾ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. എന്നിട്ട് നമ്മൾ ഇനി ഒരു ചായ കുടിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ അത് ചായ കുടിക്കാനുള്ള ഒരു തത്രപ്പാട്. നല്ല ട്രാഫിക് ബ്ലോക്കുള്ള സമയത്ത് ആണ് നമ്മൾ പോണത്. നമുക്ക് ഇങ്ങനെ പോകണം. ഹലോ, നമ്മളിവിടെ കോഫി ഹൗസിലേക്കാണ് കേട്ടോ വന്നിരിക്കണത്. കോഫി കുടിക്കാം, കട്ട്ലേറ്റൊക്കെ കഴിക്കാം എന്നൊക്കെയാണ് വിചാരിക്കുന്നത്. അതൊക്കെ കഴിക്കാം. വെള്ളം ഇതവിടുത്തെ വില നിലവാര പട്ടികയാണ് കേട്ടോ. വെറുതെ ഇങ്ങനെ വീഡിയോ എടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. രണ്ടാമത് കട്ട്ലേറ്റ് മേടിച്ചത്. ഇറങ്ങിയാലോ.